അതിന് ഞാൻ ഒരു മാല മോട്ടിച്ചിട്ട് നസീർ സാറാണ് മോട്ടിച്ചതെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പ് വെച്ച് ജോസ് പ്രകാശും എല്ലാവരും കൂടെ ചേർന്ന് ബെൽറ്റ് വെച്ച് പുള്ളി അടിക്കുന്നതാണ്. നസീർ സാറിന് അടി വാങ്ങിച്ചിട്ടുള്ള സീനാണ് ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ഈ നീണ്ടുപോകുന്ന വധമാകുന്നുണ്ട്. രാജു റഹി എന്നൊരു പടം, അതിനകത്ത് ഒന്നുപോലത്തെ 2 പേര്, കുട്ടപ്പൻ ചില്ലപ്പൻ, ഒന്ന് ബഹദൂർക്കെ ഒന്ന് ഞാനുമാണ്. 2 പേരും ഒരേ ഡ്രസ്സ്. അന്ന് ഈ നസീർ സാറിന് എന്താ കാലിൽ നഖത്തിൻ്റെ എന്തോ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ആ സോങ്ങൊക്കെ ഡാൻസ് ചെയ്യേണ്ടത് ഞാനും ഇതൊക്കെയാണ് സംഭവം. അന്ന് 250 രൂപയാണ് ആ പടം. അന്ന് 17-18 ദിവസം തീരുള്ളൂ, 6-7 ദിവസമുണ്ട്. അങ്ങനെ ആ പടം അഭിനയിക്കാൻ നേരത്ത് ഞാനിങ്ങനെ, എനിക്കിപ്പോഴും പറയാം, ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ബഹദൂർ സാറോട്ട് ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു പട്ടി ഒരു നെക്ലസ് കടിച്ചുകൊണ്ട് വരും. ഉടനെ ഞാൻ ആ നെക്ലസ് എടുത്തിട്ട് ഡയലോഗ് പറയണം. അപ്പോൾ അന്ന് ഫിലിമല്ലേ ഓടുന്നത്, ഒരു NG ടേക്ക് വന്ന എല്ലാവർക്കും വിഷമമാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ, ഞാൻ നടന്നു പോകുന്നു, എനിക്ക് ഡയലോഗ് പറയണമെങ്കിൽ മാല എടുക്കണമെങ്കിൽ പട്ടി വരണം. പട്ടി വന്നിട്ടില്ല. ഞാനിങ്ങനെ ആ ഒരു സെക്കൻഡ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നിന്നപ്പോഴത്തേക്കും പട്ടി വന്നു. അപ്പോൾ ഞാൻ മാല എടുത്ത്. അപ്പോൾ അത്രയും സമയമായിട്ട് ഡയലോഗ് പറയാത്തതുകൊണ്ട് ബഹദൂർ സാറ് തിരിഞ്ഞിട്ട്, ഫാസ്റ്റ് ആ ഡോഗിനുള്ള കോമൺ സെൻസ് തനിക്കില്ലേ, ഇതിനകത്ത് ഫിലിമല്ലേ ഓടുന്നത്, ഇയാൾ പട്ടീനെ മാല എടുത്തിട്ട് ഇയാൾ ഡയലോഗ് പറയുന്നത് എന്താണ്, അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. അന്നും ഉണ്ടാകുന്ന നിന്ന് അവിടെ നിന്ന് അങ്ങ് കരഞ്ഞു. എബിരാസർ വന്നിട്ട് നിന്ന് ശരിക്ക് വഴക്കുന്നു. നിങ്ങൾ എന്തോന്ന് കണ്ടു ബഹദൂറെ, ആ കുട്ടി നന്നായിട്ടാണ് ചെയ്തത്. ആ സമയത്ത് പട്ടി വരണ്ടേ, നെക്ലസ് കൊടുക്കാതെ അങ്ങനെ ഇങ്ങനെ ഡയലോഗ് പറയാൻ പറ്റും. മറ്റേ അങ്ങ് മാറി ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പെരുമാറും ബഹദൂർ, ഇതൊക്കെ വളരെ മോശമാണ്. അത് എനിക്കൊരു റിയാക്ഷൻ. ഞാൻ പിന്നെ മാറി നിന്നപ്പോഴത്തേക്കും പുള്ളി ബഹദൂർക്കൊക്കെ എന്നെ മനസ്സിലായി, അത് കുറച്ച് കൂടിപ്പോയി. അങ്ങനെയൊക്കെ വിളിക്കാം ഒരാളിനെ. ഇവിടെയൊക്കെയാണെങ്കിൽ നമ്മൾ കല്ലഞ്ചിലെടുത്ത് ചെറുതിൻ്റെ വിടും, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മാറി നിന്ന് പുള്ളി അടുത്ത് വന്നിട്ട്, അല്ല ഞാനത് അറിഞ്ഞില്ല. പിന്നെ ഈ സുധീർ കുമാറിനുള്ള പേര് വളരെ മോശമാണ്. ആ പേരുള്ളവരൊന്നും ഗുണം രക്ഷപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയത്തിലൊരാളുടെ പേര് പറഞ്ഞ് വേറൊരാളുടെ പേരൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്തു. അങ്ങനെയാണ് ആ പടം. രാജു റഹീം 250 രൂപ. പിന്നെ അന്ന് എന്നെ ആ സമയത്ത് ഉമാ രാജ്യത്ത് ഈ കൊച്ചിൻ ഹനീഫ കാണാൻ വന്നിട്ട് ഞാൻ പരിചയപ്പെട്ടാണ് കുഞ്ചൻ. അപ്പോൾ കുഞ്ചൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, ഈ പറഞ്ഞ മാതിരി ഞാൻ ഒരു പടത്തിന് പോകുന്നുണ്ട് മൈസൂർ. അപ്പോൾ ഇവിടെ ഒരു RS പ്രഭുവിൻ്റെ പടത്തിൽ ജോലിക്കാരൻ്റെ വേഷമുണ്ട്, 100 രൂപ കിട്ടും. ഞാനാണെങ്കിൽ 150 രൂപ വരും. രാജു ആകുമ്പോൾ ഒരു പുതിയ പയ്യനാണ്ട് അങ്ങനെ 100 രൂപ തരത്തില്ല. അന്ന് 100 രൂപ വെച്ചാൽ ഒരു മാസത്തെ ചിലവ് നിൽക്കുന്ന പൈസ എന്ന് ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ ടിപ്സ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഇരട്ടി കൊടുക്കണം, ചുമ്മാ ഒരു ചായ കുടിക്കുക, അത് വേറെ. അന്നത്തെ കാലം അങ്ങനെയാണ്. പിന്നെ കുഞ്ചൻ പോയിട്ട് വരുമ്പോൾ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇതിനടുത്ത്. രാജുവിന് പറ്റിയൊരു ടീഷർട്ട്, രാജു എന്നല്ല സുധീർ കുമാറിന് പറ്റിയൊരു ടീഷർട്ട് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരും. അന്ന് തൊട്ടാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ. ഈ രാജു എന്നുള്ളത് എന്നെ വീട്ടിൽ അമ്പലത്തിലിട്ട പേരാണ്. സുധീർ കുമാർ സർട്ടിഫിക്കറ്റ് നെയിമാണ്. ഈ മണിയമ്പിള്ള കഴിഞ്ഞതിന് ശേഷം ഈ രാജു എന്നുള്ള പേരിൽ സിനിമയിൽ ഒരുപാട് പ്രൊഡക്ഷനുള്ളവരുണ്ട്, ഡ്രൈവേഴ്സുണ്ട്. പിന്നെ നടികളുടെ കൂടെയൊക്കെ ടച്ചപ്പിന് ഈ ട്രൈയായിട്ട് നടക്കുന്ന പയ്യന്മാരുണ്ട്. ഇവൻ്റെയൊക്കെ പേര് വെച്ചാൽ രാജു എന്നായിരിക്കും. അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ചോദിക്കും, ഹലോ ഏത് രാജു? നമ്മുടെ മണിയമ്പിള്ള. അങ്ങനെയാണ് പിൽക്കാലത്ത് മണിയമ്പിള്ള രാജു എന്നായത്. സുധീർ കുമാറിന് വിളി കേട്ടാൽ എനിക്കറിയാം എൻ്റെ കൂടെ പഠിച്ച ആരാണ്. ഞാൻ തിരിഞ്ഞു നോക്കും. പിന്നെ സുധീർ കുമാറിന് എൻ്റെ കൂടെ പഠിച്ചവരായിരിക്കും, അവർക്കെല്ലാം അറിയാമോ. ബാക്കിയുള്ളവരൊക്കെ മണിയമ്പിള്ള എന്നുള്ള പേര് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. രാജു എന്നുള്ള പേരാണ്. എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ രാജു. അമ്മ മാത്രം രാജു എന്ന് വിളിക്കും, ബാക്കിയെല്ലാം രാജു ക്ലാരിറ്റി വിളിക്കും. അതാണ് സംഭവം. അങ്ങനെ ഈ അപരാജിത എന്നൊരു പടം, അത് പാലും പഴുതിൻ്റെ റീമേക്ക് RS പ്രഭു സാറാണ് പ്രൊഡ്യൂസർ. അദ്ദേഹം ഇപ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ 80 മദ്രാസ് മേലിൽ 96 വയസ്സ് പുള്ളി വന്നത്. അപ്പോൾ അതിനകത്ത് പാപ്പനംകോട് ലക്ഷ്മണൻ എഴുതിയ ആണ് സ്ക്രിപ്റ്റ്. അത് നല്ല സെൻസ് ഓഫ് ഹ്യൂമറുള്ളതാണ്, ഡ്രാമയെന്നൊക്കെ ഒന്നുമില്ല. അപ്പോൾ അതിനകത്തുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് സ്റ്റുഡിയോയിൽ എക്സ്റേ എടുക്കും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എക്സ്റേ എടുക്കും, അവരെ ഫോട്ടോ എടുക്കും. പക്ഷേ എക്സ്റേ കള്ളത്തിനാണ്. എന്നെ അകത്ത് കറുത്ത പെയിൻ്റ് അടിച്ച് നിർത്തിയിട്ടുണ്ട്, വെള്ള ചുണ്ണാമ്പൊക്കെ ഇട്ട് വരച്ചിങ്ങനെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ഇവിടെ കൈയിടാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ഈ കയ്യിലായിരുന്നു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നെഞ്ചിൻ്റെ. ഇത് രാവിലെ 9 മണിയോട്ട് ഇത് അടിച്ച് നിൽക്കുക ഞാൻ. പിൽക്കാലത്താണെങ്കിൽ ഇതിന് ഡ്രസ്സൊക്കെ ഉണ്ട്, ഇതിൽ മനുഷ്യൻ്റെ സ്കെൽറ്റൻ്റെ. അന്ന് പെയിൻറ്റ് പഠിച്ചിട്ട് രാത്രി എൻ്റെ ശ്രീലത ഇപ്പോൾ പറഞ്ഞു, ശ്രീലത ചേച്ചി ഉണ്ടായിരുന്നു. രാത്രി 9 മണിക്ക് ഷൂട്ടിങ് പാക്കപ്പ് എല്ലാവരും പോയി. ഞാൻ എങ്ങനെ പോകാൻ പറ്റും? ഈ വേഷമില്ല സംഭവം. ആർക്കും അതിനകത്ത് നമ്മൾ ഒന്നും അല്ലല്ലോ. അങ്ങനെ തന്നെ സ്റ്റുഡിയോ ഒക്കെ കഴുകുന്ന ഒരു വാച്ചറാണ്. അവൻ ഈ സ്റ്റുഡിയോ ഫ്ലോറൊക്കെ കഴുകുന്ന ഫയർഫോഴ്സിൻ്റെ സാധനം വെച്ചിട്ട് അടിച്ച് കഴിയും.
മേടിച്ച് കഴുകി കുളിപ്പിച്ച് വിട്ട്. ഞാൻ ആ സംഭവം ഇപ്പോൾ അതവിടെ പറയുകയും ചെയ്തു. അങ്ങനെ പിന്നെ അങ്ങനെ കൊച്ചു കൊച്ചു പടങ്ങളാണ്. അപ്പോൾ ഈ സിനിമയിൽ ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് മദ്രാസിൽ ഞാനൊന്നും അയ്യപ്പൻ കോവിലിൽ പോകും. ഇവിടെ മഹാലിംഗപുരത്ത് വേറെ ഒന്നുമല്ല, അവിടെ അന്ന് ജയിച്ചതിനൊക്കെ ചെണ്ട വായിക്കാനൊക്കെ വരും. അവർ പാലിയം ഫാമിലിയാണ്. പാലിയം ഫാമിലിയാണ് എൻ്റെ രണ്ടാമത്തെ മോൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പാലിയം എടുത്ത് പറഞ്ഞത്. അവരുടെ അമ്മാവനൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം ചെണ്ട അവിടെ ഞാൻ പോകുന്നതിന് അട്രാക്ഷൻ തൊഴിണം ചാൻസ് കിട്ടുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അവിടെ 50 പൈസയ്ക്ക് പായസമുണ്ട്, 50 പൈസയ്ക്ക് വലിയ അടയുണ്ട്. അടയെന്ന് വെച്ചാൽ അകത്ത് തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് വലിയ സാധനം. അത് വാങ്ങിക്കാൻ ക്യൂ നിൽക്കുമ്പോൾ തന്നെ കൊതി വരും. അവിടെ പായസം, അവിടെ അടയല്ലേ, അവിടെ 2 അടയല്ലേ, ഇവിടെ ഒരു പായസം, അവിടെ എത്ര പായസം, ഇവിടെ അടയാണ്, അവിടെ പായസമാണ്. അയാൾ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ കൊതി വരും. ഇതിലൊരെണ്ണം വാങ്ങിക്കാൻ, ഒരെണ്ണം കഴിച്ചാൽ ഇതാവും. പിന്നെ ഈ ചന്ദ്രഭവനിൽ ആണ് അക്കൗണ്ട് എനിക്ക് തമ്പി കണ്ടെന്നാണ് ശരിയായത്. അപ്പോൾ വീട്ടിൽ നിന്ന് രക്ഷയില്ല. നടനാവുന്ന 2 കൊല്ലമായിട്ട് ഒന്നും ആയില്ല. ഇങ്ങനെ ചാൻസ് ഉണ്ട്, അഭിനയിക്കുന്നുണ്ട്. വീട്ടിലോട്ടൊരു പൈസ അയക്കേണ്ട കാര്യമില്ല. എനിക്ക് ഗ്രൂപ്പാണെങ്കിൽ എന്നാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റേഷൻ കെട്ടായിരിക്കും. അപ്പോൾ എനിക്ക് വേറെ രീതിയില്ല. അതുകൊണ്ട് ഞാൻ 3 നേരം ഇഡ്ഡലി ആക്കിയത് ആ സമയത്തായിരുന്നു. എനിക്ക് സമയത്ത് കഴിച്ചേ പറ്റൂ, കഴിക്കാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ ചന്ദ്രഭവൻ്റെ ഉടമസ്ഥാണെങ്കിൽ 3 പേരെ കുത്തിക്കൊന്ന ആളാണ്. എന്നെ വലിയ ഇഷ്ടമായ സംഭവം. അങ്ങനെ അത് 3 പേരെ കുത്തിക്കൊന്നെന്ന് പറഞ്ഞാൽ കേസൊക്കെ നടക്കുന്നുണ്ട്. അയാൾ കണ്ടാലും നല്ല തടിച്ചിട്ട് വലിയ വിജയകാന്തിൻ്റെ കൂട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം അവസാന സമയമായപ്പോൾ ഞാൻ ചാമരമൊക്കെ അഭിനയിച്ച് കഴിഞ്ഞ് ബദാരിൻ്റെ പടമൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ ഒരു 130 രൂപയോളം കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു ചെറിയ പനി പോലെ വന്നു, കയ്യിൽ വന്നു, ഇത് വന്നു, ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ എനിക്ക് നമ്പിയായിട്ട് എന്നുള്ള അയാൾ ഒരു 100 രൂപ വന്നു. അങ്ങനെയൊക്കെ വന്ന് എന്നെ ട്രെയിനിൽ കയറ്റി വിട്ടു. ട്രെയിനിൽ കയറിയപ്പോൾ ഇത് കൂടി ഞാൻ മോളത്തെ പുറത്ത് കയറുന്ന ഒരു തോർത്തുകൊണ്ട് ഇങ്ങനെ കൈയൊക്കെ മൂടി ഇറങ്ങിയതില്ല. ട്രിവാൻഡ്രം എത്തിയപ്പം TT ഇറങ്ങും ട്രിവാൻഡ്രം സ്റ്റേഷനായിരുന്നു ചെന്നൈയിൽ നിന്ന്. ഇങ്ങനെ കൈ കാണിച്ച് കൈ മുഴുവൻ ഒരുക്കാണ്. ഓക്കെ, അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് അയാൾ ആ പെട്ടി എടുത്ത് TT എൻ്റെ മോൻ പോലും പറഞ്ഞില്ല, എടുത്ത് വെളിയിൽ വെച്ച് ഞാനത് കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അനിയൻ വന്ന് വാതിലാണ്. എന്ത് പറ്റി? ഞാൻ ചിക്കൻ പറഞ്ഞു. അയ്യോ, അവൻ മതിലാടി ഓടി പേടിച്ചിട്ട്. പക്ഷേ എനിക്കൊരു ഉപകാരമുണ്ടായി, എല്ലാവർക്കും കൊടുക്കാൻ പറ്റി. അമ്മയ്ക്ക് അങ്ങനെ മദ്രാസിൽ മോൻ കൊണ്ടുവന്ന് ഇതൊക്കെ കൊടുത്തു അവർക്ക്. അപ്പോഴാണ് ഞാൻ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ബാലചന്ദ്രമേനോൻ അവിടെ താമസമുണ്ട്. മഹാലിംഗപുരത്തിൽ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് പുള്ളി അവിടെ വരുന്നുണ്ട്. അയാളും മരിച്ചുപോയി. രാജശങ്കരാടി, ഗോപി 3 പേര് താമസം. അവിടെ ചെല്ലുമ്പോൾ പുള്ളി ഒരു 200 പേജ് ബുക്കിൽ ഒരു കഥ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പരമം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വരുന്ന കത്തൊക്കെ കാണി. പുള്ളി പറഞ്ഞു, നല്ല കോൺഫിഡൻസാണ് പുള്ളിക്ക് അന്നും ഭയങ്കരമായിട്ട്. പുള്ളി പറഞ്ഞു, ഇത് ഞാൻ സിനിമയാക്കും, എൻ്റെ പരമം നീയായിരിക്കും പരമമായിട്ട് അഭിനയിക്കുന്നത്. നമ്മൾ ശരിയാവട്ടെ. അങ്ങനെ ചെയ്താൽ പുള്ളി ഉത്തരാരാത്രി പടം ചെയ്തപ്പം ഒരു പൊട്ടൻ്റെ വേഷമാണ്. അപ്പോൾ കംപ്ലീറ്റ് ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞു. ദേഹം ശരീരത്തിൽ രോമമൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാം ഷേവ് ചെയ്തു. അതിനുശേഷമാണ് പിന്നെ ഞാൻ രോമാമൃതനായി തുടങ്ങിയത്. അത് ഷേവ് ചെയ്ത് അതിനകത്ത് 2 സീനൊക്കെ ഉള്ളൂ. അതിന് മേനോൻ പെട്ടെന്ന് ടോപ്പിലെത്തി. എന്നെ ഒന്നും വിളിച്ചില്ല. 3, 4, 5 പടമായി. അപ്പോഴത്തേക്കും ഞാൻ ഈ ചിക്കൻ ബോക്സായിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ ചാമര ഉണ്ടാകും ലാസ്റ്റ് പടം. അതെല്ലാം കഴിഞ്ഞ് വന്ന് ട്രിവാൻഡ്രത്തിൽ സ്ക്രീൻ പ്രിൻറ്റിങ് തുടങ്ങി. ഞാനുണ്ട് ചെന്നൈ പോയില്ല. തിരിച്ച് വന്നൊരു സ്ക്രീൻ പ്രിൻറ്റിങ് തുടങ്ങി. ഇങ്ങനെ സ്ക്രീനിൽ പെയിൻറ്റ് വെച്ച് ചെയ്യുന്നില്ലേ, കെൽട്രോണിൻ്റെ റേഡിയോ ഡ്രം അത് ഇതൊക്കെ. അത് ഞാൻ തമിഴ്നാട്ടിൽ മധുരയിൽ എവിടെ ഒരുത്തിനെ വിളിച്ചുകൊണ്ടിരുന്നു. അവനെ സൽക്കരിച്ച് അവന് ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പൈസ കൊടുത്ത് അവൻ്റെ ജോലി പഠിച്ചെടുത്ത് ഞാൻ എൻ്റെ അനിയന്മാർ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ച് മധുരയ്ക്ക് വിട്ടു. എന്നിട്ട് നമ്മളിത് ചെയ്തോളെ. അങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ഡോർ വന്നു. ബാലേന്ദ്രനെ കയറി വരുന്നു. ഞാനിങ്ങനെ പെയിൻറ്റ് തേച്ചുകൊണ്ടിരിക്കുന്നു. സ്ക്രീനിൽ വലിയ ആളാകാൻ വന്നാണ്. ഇപ്പോൾ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ ഒതുങ്ങി. നീ ഇങ്ങനെ ഇരിക്കേണ്ട നല്ലടാ. ശരി, പുള്ളി ഞാൻ പോയി. അത് കഴിഞ്ഞ് ഉപേക്ഷിച്ചില്ല. ഞാൻ ഇങ്ങനെ എൻ്റെ കൂടെ നടക്കുന്നിട്ട് പറയും, നോയിക്കട ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പോസ്റ്റർ വരും ഈ മതിൽ, ഈ ചെവിരിൽ അല്ലെങ്കിൽ ഈ മരത്തിൽ വരുന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക്, നേരത്തെ ഉറങ്ങും 9 മണിക്ക് ഇറങ്ങുമ്പോൾ, ഹരികുമാർ എന്നൊരു സൗണ്ട് റെക്കോർഡിസ്റ്റ് എൻ്റെ റൂംമേറ്റ് ആയിരുന്നു ഷോട്ടിൽ. പുള്ളിയാണ് നാഷണൽ അവാർഡ്, തന്നെ അടുത്ത കോലേഷൻ സാറിൻ്റെ പടങ്ങളിൽ അവർക്ക് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. 6-7 സ്റ്റേറ്റ് അവാർഡുണ്ട്. പുള്ളി ഒന്ന് വിളിച്ചു, ജവയോടെ രാജയോടെ എന്നിട്ട് അമ്മ പറഞ്ഞു ഉറങ്ങിയാണ്, അത് വിളിക്കാൻ വിളിച്ചിട്ട് പറഞ്ഞു, ബാലേന്ദ്രനെ കീർത്തിയിലുണ്ട്, നിന്നെ ഒന്ന് കാണാമെന്ന് വെച്ചാൽ. നമ്മൾ എനിക്ക് കഴിഞ്ഞു. അവരൊക്കെ വലിയ ആൾക്കാർ. നമ്മൾ ഈ രാത്രി പോയിട്ട് ഞാൻ ചെറിയ രീതിയിൽ മോണാക്റ്റും മിമിക്രി കാണിക്കുന്ന ആളായിരുന്നു, തമാശയ്ക്ക് വിളിക്കുന്നത്.
എന്ന് എനിക്ക് വലിയ നായാലും നിർബന്ധിച്ചു. അങ്ങനെ ഞാൻ മുഖം കഴുകി അവിടെ ചെന്നു. പുള്ളിയുടെ മുറി കയറിയപ്പം പുള്ളി അകത്തോട്ട് നോക്കി വിളിച്ചോണ്ട്, പീറ്റർ സാറേ നമ്മുടെ നായകൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഊതാൻ വിളിച്ചാണ്, കളിയാക്കാൻ വിളിച്ചതന്നെ. എന്നെ പോലെ ഇതിനെ കണ്ടത് അങ്ങനെ തോന്നും. അങ്ങനെ കഴിയുമ്പോഴത്തേക്കും ആ പീറ്റർ സാറ് തല ഉറക്കേണ്ടി വരുന്നത് സുധീർ കുമാറല്ലേ. അതെ. അപ്പോൾ പറഞ്ഞ ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ജയനൊക്കെ മരിച്ചു നിൽക്കുന്ന ഒരു സമയമാണത്, 80s ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ആ സിനിമ എടുക്കുന്നത്. പരമു, എൻ്റെ പേര് മണിയമ്പിള്ള എന്നാണ്. അഥവാ മണിയമ്പിള്ള എന്ന് ചേർത്തത് ബാലേന്ദ്രനാണ്. വേണു നാഗോളിയൊക്കെ ഡിസ്കസ് ചെയ്ത്. ശരിക്കും ഒരാളുണ്ട് ഗോപാലി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അമ്പലപ്പുഴ. അയാൾ എങ്ങനെയാണ് നടക്കുന്നത്, അയാൾ എങ്ങനെയാണ് ഡയലോഗ് പറയുന്നതൊക്കെ മേൻ എന്നെ പഠിപ്പിച്ചു. മേൻ ഞാനുള്ള മുമ്പുള്ള പരിചയം ആളിൻ്റെ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഞാൻ മത്സരിക്കുമായിരുന്നു മോണാക്ടിനൊക്കെ. അപ്പോൾ മിക്കവാറും ബാലേന്ദ്രൻ ഫസ്റ്റ് പ്രൈസും എനിക്ക് തേർഡ് പ്രൈസും ആയിരിക്കും, അല്ലെങ്കിൽ ബാലേന്ദ്രൻ ഫസ്റ്റ് പ്രൈസ് എനിക്ക് സെക്കൻഡ്. അങ്ങനെ 2 വർഷം പോയിട്ട് അന്ന് തൊട്ടുള്ള പരിചയമാണ് എന്നെ മഹാലിംഗപുരത്ത് പുള്ളിയുടെ അവിടെ കൊണ്ട്. അങ്ങനെ ഈ മണിയമ്പിള്ള വന്നതാണ് എൻ്റെ ഒരു റീഇൻഫോർമേഷൻ, എന്താ പറയുക, ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പടം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. ഇങ്ങനെ എത്തി ബോറടിക്കാം മതിയായില്ല. അത് കഴിഞ്ഞ് അധികവും സ്വഭാവം ഉണ്ടായിരുന്നല്ലോ, ക്യാരക്ടറായിട്ടായിരുന്നു അധികവും വന്നിരുന്നത്. പക്ഷേ അല്ല, ഞാനൊരു ചന്ദ്രകുമാറിൻ്റെ പടത്തിൽ തന്നെ 14 പടത്തിൽ ഞാൻ നായകനാണ്. പിന്നെ അക്കരെ ഒന്നൊരു മരൻ അതിൽ നായകനാണ്. പ്രിയദർശൻ്റെ ദീം തരികട പോലെ നായകനാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു 10-20 പടങ്ങളിൽ ഇതായിരുന്നു സംഭവം. ഭീം തരികിടതോം അതാണ് മോഹൻലാൽ അഭിനയിക്കാനായിട്ട്. എന്തോ മോഹൻലാലുമായി കണക്ട് അങ്ങനെയല്ല, മോഹൻലാലിന് ഡേറ്റ് നോക്കിയപ്പോൾ ഇല്ല, ആനന്ദൻ്റെ പടം എടുക്കാം. അപ്പം പ്രിയം പറഞ്ഞു നമുക്ക് ഇവനെ വെച്ചൊരു പടം എടുക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ വെച്ച് പ്ലാൻ ചെയ്ത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി. ആ 10 ദിവസമുള്ളപ്പോൾ മോഹൻലാലിൻ്റെ ആ പടം ക്യാൻസലായി. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നിങ്ങനെ ലാലിൻ്റെ ഡേറ്റ് ക്യാൻസലായി ആ പടത്തിൻ്റെ. ഇങ്ങനെ 30 അന്ന് 25 ദിവസം മതി, 25 ദിവസം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഉടനെ ഇവർ മോഹൻലാലിനെ വെച്ച് ആലോചിച്ചു. മോഹൻലാൽ അറിഞ്ഞു എന്നെ വെച്ചാണ് ഇത്. മോഹൻലാൽ പറഞ്ഞു ഇങ്ങനെ രാജിച്ചേട്ടനെ വെച്ച് പ്ലാൻ ചെയ്തതല്ലേ, ഞാൻ ഈ ദിവസം ഫ്രീ ആയിട്ടിരിക്കും, പക്ഷേ ആ പടത്തിൽ അഭിനയിക്കാൻ വരും. അവിടെ അവിടുത്തെ ആ പടം മുടക്കിയിട്ട് ഞാൻ അഭിനയിക്കില്ല, പുള്ളി അഭിനയിക്കിട്ടെന്നത്. അങ്ങനെ മോഹൻലാൽ സിനിമയിൽ അങ്ങനെയില്ല, മോഹൻലാൽ മാറി നിന്ന് എനിക്ക് വേണ്ടി. അതാണ് അക്കരെ ഒന്നും നല്ല സിനിമയായിരുന്നത്.